കൊയ്യം ജനാർദ്ദനൻ മത്സരരംഗത്ത് തുടരും. KPCC അംഗമായ കൊയ്യം ജനാർദ്ദനനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ അടക്കം ശ്രമം നടത്തിയെങ്കിലും പിന്മാറില്ല എന്ന ഉറച്ച നിലപാട് അറിയിക്കുകയായിരുന്നു അദ്ദേഹം. പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമായി ഇന്നുകൂടി കാത്തിരിക്കാനാണ് തീരുമാനം. നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം തുടരുന്നുണ്ട്. നേതൃത്വത്തിന്റെ നിലയിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഏറുന്നുണ്ട്. കാരണം ഇന്നിപ്പം നാമനിർദ്ദേശ പത്രികയൊക്കെ ഈ പരിശോധനയുടെ അവസാന ദിവസമാണല്ലോ. അപ്പം ഇന്നുകൊണ്ട് ഇവരെയൊക്കെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. ആ സമ്മർദ്ദം തുടരുകയും ചെയ്യുന്നുണ്ട്. വിമതശല്യം ഒരിടത്തല്ല പലയിടത്തും പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിലും തളിപ്പറമ്പിലെ UDF വിമതൻ അത് കുറച്ചധികം പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കൊയ്യം ജനാർദ്ദനൻ ഇപ്പോഴും പത്രിക പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ തുടരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ പൊട്ടിത്തെറികളും വിഭാഗീയതകളും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷമുണ്ടായൊരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ CPM-ന്റെ ഒരു കോട്ടയാണ്. അവിടെ പലയിടത്തും തളിപ്പറമ്പിലടക്കം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാമെന്നൊരു രീതിയിൽ ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് UDF. ആ ഘട്ടത്തിലാണ് UDF വിമതന്റെ കൂടി ഒരു സാന്നിധ്യം വരുന്നത്. അത് പാർട്ടിയെ സംബന്ധിച്ച് മുന്നണിയെ സംബന്ധിച്ചുമൊക്കെ ഏറെ നിർണായകവുമാണ്. പലർക്കും ഇപ്പം ഗോവിന്ദൻ മാസ്റ്റർ കറങ്ങൻ TK ഗോവിന്ദൻ അടക്കം പിന്തുണ നൽകി മുന്നോട്ട് പോവുകയാണ് നിലവിൽ UDF. അപ്പോൾ അവിടെ ഒരു വിമതന്റെ നീക്കം അല്ലെങ്കിൽ വിമതന്റെ സാന്നിധ്യം അത് പാർട്ടിക്ക് ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല എന്ന കാര്യം പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കങ്ങൾ നടത്തുന്നതും. കൊയ്യം ജനാർദ്ദനൻ ഇപ്പോൾ നിലവിൽ മത്സരരംഗത്ത് തുടരുമെന്ന് തന്നെയാണ്. നിഖിൽ വിവരങ്ങളുമായി ചേർന്നുകൊണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിലെ, ജനാർദ്ദനനെ മെരുക്കാനുള്ള ശ്രമം എത്ര കണ്ട് ഫലം കാണും? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും അങ്ങനെ മെരുക്കാനുള്ള ശ്രമമൊന്നും ഫലം കാണില്ല എന്ന് തന്നെയാണ് ഈ സമയം വരെ നമുക്ക് പറയാനാവുന്ന കാര്യം. കൊയ്യം ജനാർദ്ദനൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ടാകും എന്നുള്ളതാണ് ചിത്രം. എന്തായാലും കോൺഗ്രസിന് തലവേദനയാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം എന്നതിൽ യാതൊരു തർക്കവുമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പല വിധത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഒന്നിനും വഴങ്ങിയിട്ടില്ല കൊയ്യം ജനാർദ്ദനൻ. തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തളിപ്പറമ്പിൽ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണം, ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. അത് മാനിക്കാതെ CPIM വിട്ട് വളരെ പെട്ടെന്നുള്ള നീക്കങ്ങളിലൂടെ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ വരുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ കൊയ്യം ജനാർദ്ദനൻ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പത്രിക പിൻവലിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഏതായാലും തളിപ്പറമ്പിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ് അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയേണ്ടത് കൊയ്യം ജനാർദ്ദനൻ വലിയ രീതിയിൽ അവിടെ വോട്ടുകൾ സമാഹരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ ആവാം ഉത്തരം. പക്ഷേ തളിപ്പറമ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ശ്രദ്ധേയമാക്കുന്നത്. കാരണം TK ഗോവിന്ദൻ വലിയ പ്രതീക്ഷയിലേക്ക് അവിടെ പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ UDF-ന്റെ വോട്ടുകൾ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ അടക്കം വലിയ പിന്തുണയോടുകൂടി UDF വോട്ടുകൾ പരമാവധി സമാഹരിക്കാമെന്ന ഒരു പ്രതീക്ഷയിലേക്ക് TK ഗോവിന്ദൻ എത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ CPIM-ലെ അസംതൃപ്തരായ അണികളുടെ വോട്ട് കൂടി തനിക്ക് കിട്ടും. അത്തരത്തിൽ അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടി കിട്ടുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ തളിപ്പറമ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. PK ശ്യാമളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു മത്സരം UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ TK ഗോവിന്ദന് നടത്താനും കഴിയുമെന്നതാണ് പ്രതീക്ഷ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു റിബൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി കോൺഗ്രസിനകത്തെ ചില വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് TK ഗോവിന്ദൻ ഇപ്പോൾ വച്ചു പുലർത്തുന്ന വിജയപ്രതീക്ഷയെ ബാധിക്കുന്നതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.